പുറത്തുനിന്നുള്ളവർ ഇടപെടേണ്ടതില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു. ഈ നിലപാട് മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഒരു തിരിച്ചടിയായി മാറി. വ്യക്തിപരമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ സമരം നയിച്ചവർക്ക് പരാതിക്കാരി തന്നെ നിലപാട് മാറ്റിയത് രാഷ്ട്രീയമായി വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ഇതോടെ രാഷ്ട്രീയ പോരാട്ടം വ്യക്തിഹത്യയിലേക്കും കുടുംബകാര്യങ്ങളിലേക്കും ഒതുങ്ങിപ്പോയി എന്ന വിമർശനവും ഉയർന്നു. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മന്ത്രി ഗണേഷ് കുമാർ സ്വീകരിച്ച ശൈലി ഏറെ ശ്രദ്ധേയമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അവതരിപ്പിച്ചത്. തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്നും തൻ്റെ വ്യക്തിപരമായ പ്രത്യേകതകൾ അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ അവർ തന്നെ വിജയിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആരും പുതിയ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതില്ലെന്ന കർക്കശമായ നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തൻ്റെ ജനകീയ അടിത്തറയെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിലൂടെ വിവാദങ്ങളുടെ മൂർച്ച കുറയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെയും പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ വലിച്ചിഴച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി. തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കാൻ ചരിത്ര പുരുഷന്മാരുടെ പേര് ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു പ്രധാന ആരോപണം. നെഹ്റുവിനെ പോലെയുള്ള ലോകമറിയുന്ന നേതാക്കളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളത്തിന് അത്ര പരിചിതമല്ലായിരുന്നു. ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ നടത്തുന്നത് ഔചിത്യമല്ലെന്ന വാദത്തിന് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം തെറ്റുകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്ന വിമർശനം ശരിവെക്കുന്നതായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലെ ചർച്ചകൾ. PC ജോർജിനെ പോലെയുള്ള നേതാക്കളുടെയൊക്കെ തന്നെ പഴയ പ്രസ്താവനകളെയും മറുവാദങ്ങളെയും ഇതിലേക്ക് കൂട്ടിയിണക്കിയതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായി. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ജീവിതശൈലികളെ അനാവശ്യമായി വ്യാഖ്യാനിച്ചത് ചരിത്രബോധമുള്ള സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. ഇത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ സംവാദങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുസംസ്കാരത്തിന് ചേർന്നതല്ലെന്നും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ നേരിട്ടത് വലിയൊരു ധർമ്മസങ്കടമായിരുന്നു. ഒരു സ്ത്രീയുടെ പരാതി എന്ന നിലയിൽ അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. എന്നാൽ പരാതിക്കാർ തന്നെ പിന്നോട്ട് പോയതോടെ മാർച്ചുകളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നടത്തിയ പ്രവർത്തകർക്ക് മറുപടി പറയേണ്ടി വന്നു. ജെബി മേത്തർ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കൾ ഉയർത്തിയ പ്രതിഷേധങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തിലെ സ്വാഭാവിക പ്രതികരണങ്ങളായിരുന്നുവെങ്കിലും കുടുംബകാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഇടപെടണം എന്ന കാര്യത്തിൽ ഇത് പുതിയ പാഠം നൽകിയിരിക്കുകയാണ്. ഈ വിവാദം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് വരും കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ചില പഴയ റിപ്പോർട്ടുകളെയും അപവാദ പ്രചരണങ്ങളെയും കൂട്ടുപിടിച്ച് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളെ അടച്ചാക്ഷേപിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. ഒരു കാര്യത്തിൽ വ്യക്തമായ തെളിവുകളില്ലാതെ വ്യക്തികളെ ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. എതിരാളികളുടെ കുടുംബത്തെയും വ്യക്തിത്വത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ ജനാധിപത്യത്തെ ദുഷിപ്പിക്കുന്നു. വസ്തുതകളൊക്കെ തന്നെ പരിശോധിക്കാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന